ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും എൻ്റെ ഈ കഥ കേൾക്കുമെന്ന ആത്മവിശ്വാസത്തോടെ ഞാൻ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ഇന്ന് വെള്ളി. പല തിയേറ്ററുകളിലും പടം മാറുന്ന ദിവസം. ഒപ്പം പുതിയ ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്നതും ഈ ദിവസങ്ങളിലാണ്. ഇന്നിവിടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സംവിധായകനും നിർമ്മാതാവും അതിലുപരി നല്ലൊരു തിരക്കഥാകൃത്തുമായ സേവ്യർ ചീഴൂരാൻ്റെ പുതിയ ചിത്രമായ ഓമക്കുയിൽ റിലീസിനെത്തിയിരിക്കുകയാണ്. ചിത്രം റിലീസിനെത്തിയ എല്ലാ തിയേറ്ററുകളിലും പ്രേക്ഷകരുടെ നല്ല തിരക്കായിരുന്നു. ടിക്കറ്റുകൾ കിട്ടാതെ പലർക്കും മടങ്ങിപ്പോകേണ്ടതായി വന്നു. പ്രേക്ഷകരുടെ ഈ തിരക്കുകൾക്ക് കാരണം പലതാണ്. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ചീഴൂരാൻ്റെ ഒരു ചിത്രം പുറത്തിറങ്ങുന്നത്. മാത്രമല്ല, പുതുമകളേറെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലെല്ലാം അങ്ങനെയൊരു പുതുമ അദ്ദേഹത്തിന് നിർബന്ധവുമായിരുന്നു. പ്രേക്ഷകരുടെ ആ പ്രതീക്ഷ തെറ്റിയില്ല. ചിത്രത്തിൻ്റെ നിർമ്മാതാവ് മാത്രമായിരുന്നു ചീഴൂരാൻ. കഥയും തിരക്കഥയും സംവിധാനവുമെല്ലാം ചെയ്തിരിക്കുന്നത് ഹരിനാരായണൻ എന്ന ഒരു പുതുമുഖമായിരുന്നു. ചെറുപ്പനാളുകളിൽ ടിവിയിലൂടെ വരുന്ന ചിത്രങ്ങൾ കണ്ടും മുതിർന്നപ്പോൾ കൂട്ടുകാർക്കൊപ്പം തിയേറ്ററുകളിൽ പോയി ചിത്രങ്ങൾ കണ്ടും മാത്രം പരിചയമുള്ള ഒരാൾ. സിനിമയെന്ന മായിക ലോകവുമായി ഒരു ബന്ധവുമില്ലാത്ത, ടേക്കും ആക്ഷനും എന്താണെന്ന് പോലും അറിയാത്ത ഒരാൾ. അതായിരുന്നു ഹരിനാരായണൻ. ആ ഹരിനാരായണൻ്റെ ചിത്രമാണ് ഇന്നിവിടെ റിലീസ് ചെയ്യുന്നത്.